ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിന്റെ 100ാമത്തെ ദിവസം ആൻഡ് അവർ തേർഡ് റണ്ണർ അപ്പ് നെവിൻ കപ്രീഷ്യസ് അതന്നെ നെവിൻ്റെ ഫുൾ നാക്ക് കൊടുക്കുന്ന പേര്. നമ്മളെപ്പോഴും ബി യുണീക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ പലരും പറയുന്നുണ്ട് എൻ്റെ പേര് അങ്ങനെയല്ല, ഇതെൻ്റെ ഫാദറിൻ്റെ പേരാണ്. ഏത് പലരാണ് പറഞ്ഞത്? എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ കപ്പ കപ്പറി അങ്ങനെ പലതും വിളിക്കാറുണ്ട്. അല്ല, എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് ചോദിക്കാതെയാണ് പേരിട്ടത്. എനിക്ക് അത്ര കംഫർട്ടായിരുന്നു. എൻ്റെ ഈ ലുക്ക്, എൻ്റെ ഈ സ്റ്റൈൽ, അതിനൊക്കെ ഒരു ഗുമ്മില്ല. അപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ പേരെടുത്തിട്ടു. അതാണ് നല്ലത്. യെസ്, ആ ഒരു സ്വാഗ് ഉണ്ട്. എന്തായിരുന്നു നെവിൻ? 100 days ഓഫ് ബിഗ് ബോസ്. ഇവിടുന്ന് പോകുമ്പോൾ 20 ദിവസം നിന്നാൽ മതി. 20 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും ലോകം മറക്കും എന്ന് പറഞ്ഞ ആളാണ്. 100 ദിവസം എങ്ങനെ നിന്നു? ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ പറഞ്ഞു വിട്ടത് അത്രയും നാളെ നാട്ടിൽ ശല്യമില്ലാതിരിക്കും. അതെ അതെ, അവിടെ ആടിക്കോളൂ, പക്ഷെ പൊണ്ട് വിളയാടല്ലേ. ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പം എനിക്കിപ്പോൾ പുറത്തിറങ്ങിയ ആ ശേഷം സന്തോഷം കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തെ തന്നെ ബിഗ് ബോസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. ബാക്കി എല്ലാവരും മെലിഞ്ഞുണങ്ങി ആകെ എന്താ പറയുക വറ്റി വരണ്ടാണ് വരുന്നത്. ഇതങ്ങ് ഫലഭൂഷ്ടമായ ഉരുണ്ട് തടിച്ചുരുണ്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? ബിഗ് ബോസ് ഹൗസ് അടിപൊളിയായിരുന്നു. പിന്നെ എസ്പെഷ്യലി എനിക്ക് അവിടെ എല്ലാവരും പറയും ഫുഡില്ല, അതില്ല, ഇതില്ല. പക്ഷെ ലുക്ക് അറ്റ് മീ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഫുഡിന് ഫുഡ് ഉണ്ടായിരുന്നു, പിന്നെ ദാഹിക്കുമ്പം വെള്ളം ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. പാലിന്റെ കാര്യം പറയല്ലേ. ഇല്ല, എനിക്ക് പാല് വേണ്ടായിരുന്നു. കുടിക്കുന്നുള്ളൂ. പാലിന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഇപ്പം കൈകാലൊക്കെ വേണ്ട, പാല് വേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫർണസ് ആണ്. പിന്നെ ഉണ്ടാ, ഞാൻ ബിഗ് ബോസ് ഹൗസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും പറയും പല സ്ട്രാറ്റജിയും കൊണ്ടൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും, ഞാനായിട്ട് നിൽക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും. പക്ഷെ ഒരൊറ്റ ഒരു ടിപ്പേ ഉള്ളൂ, നമ്മൾ ഞാനായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പം എവിടെ ഇരുന്നിട്ടാണെന്നെങ്കിലും ഒരു കറക്റ്റ് ഒരു 1 വീക്ക് കഴിയുമ്പോൾ തനിനിറം പുറത്തേക്ക് വരും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാൻ വേണ്ടി പോയില്ല. ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. പിന്നെ 14 ദിവസമായിരുന്നു എൻ്റെ ആ ഒരു വീക്കായിരുന്നു എൻ്റെ ഒരു കണക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പോവാം അങ്ങനെ ഒരു സാധനത്തിൽ നിൽക്കും. ഇറങ്ങി ഓടിയത് അത് നമുക്കിപ്പം വികാരങ്ങളെ അടക്കി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു വൈകാരികമായ നിമിഷം അത് ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ കുറച്ചൊന്ന് ബിഗ് ബോസിനൊന്ന് ഭീഷണിപ്പെടുത്തി അന്ന് വെല്ലുവിളിച്ച് നോക്കിയതാണ്. പക്ഷെ ഞാൻ അറിഞ്ഞു ബിഗ് ബോസ് പറയുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പൊതുവെ അങ്ങനെയല്ലോ അത് സത്യം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനിങ്ങനെ ലിവിംഗ് റൂമിലേക്ക് ഇരുന്നിട്ട് ചിലപ്പോൾ ആക്ടിവിറ്റി റൂമിലേക്ക് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരുത്തി എന്താണ് ഉപദേശിക്കണം, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിങ്ങൾക്ക് കിട്ടിയ വലിയ അവസരങ്ങൾ. ഞാൻ നോക്കിയപ്പം നെവിൻ പ്രധാന വാതിലേക്ക് കൂടിയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും ഓക്കെ. പിന്നെ ഞാൻ എൻ്റെ അഭിമാനം എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അല്ല, ഞാനിങ്ങനെ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, അല്ല ഞാൻ എന്തിനാ പുറത്തേക്ക് ഇറങ്ങിയത്, എൻ്റെ പ്രശ്നമല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഞാൻ എന്തിനാ എടുത്തിട്ട് ഓടിയെന്നുള്ളൊരു സംഭവം വന്നു. പിന്നെ കൈയും കാലൊക്കെ പിടിച്ച് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കയറി. കേട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനൊരു വൻ പരാജയമായി പോയേനെ. ഇനിയിപ്പം ഇനി ഓരോ ഷോസിലും ഇനിയിപ്പം തമിഴ് ബിഗ് ബോസ് ഞാൻ തമിഴ് പഠിക്കാൻ വേണ്ടി പോകണം. ഉങ്ക പാത്താലേ തെരിയും നിങ്ങ റൊമ്പ ക്യൂട്ടാ ഇருக்கு തക്കാളി മുഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ തക്കാളി മുഞ്ചിയാ അല്ല തക്കാളി പോലെ ഇരിക്കുന്ന ഫേസ് അതൊന്നും ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ നെവിന്റെ തക്കാളിയോട് ഒരു ഇഷ്ടം കൂടുതലാണെന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് മനസ്സിലായി. തക്കാളി മുഞ്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പം ബിഗ് ബോസ് ബേസിക്കലി ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അന്ന് എനിക്ക് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പുള്ളി കയറിയപ്പോൾ ഞാൻ മനസ്സിലാക്കി. കാരണം തൊട്ടതിന് പിടിച്ചു. ബിഗ് ബോസ് മെറ്റീരിയൽ മീൻസ് നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് അവിടെ അടി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുക. ഒരു മറയില്ല, കാരണം ഇതൊരു സമൂഹത്തിന്റെ പ്രതിഫലനമാണ് അല്ലേ. അപ്പൊ ഈ സമൂഹത്തിന്റെ പ്രതിഫലനം അത് നമ്മളൊരു മിററാണെന്ന് വിചാരിക്കുക. അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് വെള്ളം ശരിക്കും എന്താ ബിഗ് ബോസ് മെറ്റീരിയൽ സാഹിത്യം വിട്ടേക്ക്. ബിഗ് ബോസ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇറങ്ങി പോകാന്നുള്ളതല്ല. എന്നെ കണ്ടൊന്നും പഠിക്കല്ലേ ആരും. എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റർടൈനർ ആണ്. പക്ഷെ ഞാൻ നന്നായിട്ട് സംസാരിക്കും. പിന്നെ എനിക്ക് യെസ് എനിക്കൊരു നാണം വന്നില്ല. എനിക്ക് നല്ല തൊലിക്കട്ടി നന്നായിട്ടുണ്ട് എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കണ്ടാമൃഗം എന്നൊക്കെ എനിക്കായിരിക്കും ആ ടാസ്കിൽ തരിക എന്നുള്ളത്. പക്ഷേ പിന്നെ നന്നായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് ടാസ്ക് തരാത്തതിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു, അതായത് ആൾക്കാരെ പറഞ്ഞങ്ങോട്ടേക്ക് തോൽപ്പിക്കുക. പിന്നെ
ആരും പറഞ്ഞിട്ട് ആരെന്തൊക്കെ തകർത്താൻ വന്നിട്ടുണ്ടെങ്കിലും തകരാതെ അങ്ങോട്ട് പിടിച്ചു നിൽക്കുക. നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ പിന്നെ ഇടയ്ക്കൊക്കെ മാറ്റി പറയണം, തീർച്ചയായിട്ടും മാറ്റണം. കാരണം അത് ഒരു നമ്മൾ ഉണ്ടാക്കുന്ന നിലപാട് നമുക്ക് മാറ്റാം. അതെ, നമുക്ക് മാറ്റും. ഞാൻ ഉണ്ടാക്കിയ നിലപാട് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ മാറ്റും. അങ്ങനെ ഒരു സംഭവം നെവിൻ എപ്പോഴും പറയാറുണ്ടല്ലേ, അല്ലേ, എന്നെ വിശ്വസിക്കരുത്, എന്നെ വിശ്വസിക്കണ്ട. പാടില്ല, ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കാരണം ഞാനൊരു ഗെയിമറാണ്. അവിടെ വന്നിട്ട് ഏറ്റവും അവസാനം എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അതൊരു ഫൈനൽ 5 ആയിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് എന്നെ 3rd റണ്ണറപ്പ് ആക്കി. ഞാൻ അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ. കപ്പ് ആഗ്രഹിക്കാതിരുന്നത് ബാക്കിയുള്ളവരുടെ കൊടുത്തേക്ക് ഞാൻ കൊടുത്തില്ല, എടുത്തോ. കാരണം ഇനിയുണ്ടല്ലോ ബിഗ് ബോസ്. മലയാളം മാത്രമല്ല, ഇനി തമിഴുണ്ട്, ഹിന്ദി ഉണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഹിന്ദി മാലും നെഹി തൊട ഹിന്ദി മാലും കനകായ, പിന്നെ വേറെന്തൊരു സാധനം ഉണ്ടായിരുന്നു, കാനാകായ ആവശ്യം വരും. പിന്നെ അതും കറക്റ്റ്. അടുത്തത് അത്ര എനിക്കറിയാമുള്ളൂ ഹിന്ദി. പഠിച്ചാൽ മതി. നമുക്ക് ആദ്യം തമിഴ് പഠിക്കാം, തമിഴ് നമ്മുടെ അടുത്തല്ലേ. അതെ. പിന്നെ ബിഗ് ബോസിലേക്ക് ഞാൻ കണ്ട ബിഗ് ബോസ് ആയിരുന്നില്ല അവിടെ വന്നപ്പോൾ. ഞാൻ കണ്ട ബിഗ് ബോസ് രാവിലെ ഡാൻസ് കളിച്ച് എഴുന്നേക്കുന്നു, മേക്കപ്പ് ഇടുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ ഉദ്ദേശിച്ച ലൈഫ് സ്റ്റൈൽ അതായിരുന്നില്ല. ബിഗ് ബോസിൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ മാസ്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെങ്കിലും ഒരു സമയം നമ്മൾ പുറത്തേക്ക് വരും, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ അത്ര മണ്ടന്മാരായിരിക്കണം. കാരണം നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ വേണമെങ്കിൽ പല പല രീതിയിലുള്ള സ്ട്രാറ്റജിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ പ്രബുദ്ധ മലയാളികൾ ബുദ്ധിമാന്മാരാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നെവിൻ എന്തെങ്കിലും സ്ട്രാറ്റജി കൊണ്ടുപോയിരുന്നോ? ഞാൻ ഒരു സ്ട്രാറ്റജിയും കൊണ്ടുപോയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 100 days ആയിരുന്നില്ല. അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ വിഷയം കഴിയുമ്പോൾ ഓക്കെ അടുത്ത ആഴ്ച അങ്ങനെയാണ് ഞാൻ. ഓക്കെ, ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട്, ആരും വെറുതെ പോയില്ലല്ലോ, എന്തായിരുന്നു നെവിന് വേണ്ടിയിരുന്നത് ബിഗ് ബോസിൽ? എനിക്ക് വേണ്ടിയിരുന്നത് എന്നെ അറിയണം. 10 പേര് അറിയണം. കേരളത്തിലുടനീളമുള്ളവർ അറിഞ്ഞില്ലെങ്കിലും അറിയണം. അതെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ റിയൽ എന്നെ ഇഷ്ടപ്പെടണം. അല്ലാതെ നീ അങ്ങനെയാണ്, നിനക്ക് മുടി വളർത്തിയത് കൊണ്ട് നിന്നെ ഇഷ്ടപ്പെടത്തില്ല, അതൊക്കെ ആ ഒരു ചിന്താഗതികളൊക്കെ മാറണം. എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. നീ നെവിനെ എന്നെ കണ്ടുപഠിക്കല്ലേ, എന്നാരും കണ്ടുപഠിക്കാൻ ഞാൻ പറയത്തില്ല. പക്ഷെ ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്തണമായിരുന്നു. പിന്നെ എനിക്ക് കുറേ ടാലന്റ് ഉള്ള കാര്യമല്ല, ഞാൻ വീണ്ടും പറയുന്നില്ല. സെൽഫ് മാർക്കറ്റിംഗ് ഞാൻ ഉപേക്ഷിച്ചു. എനിക്കിനി സെൽഫ് മാർക്കറ്റിംഗ് അതെ, ഇനി ബാക്കിയുള്ളവർ മാർക്കറ്റ് ചെയ്യട്ടെ. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ആഗ്രഹം. കാരണം ഒരുപാട് അവഗണന അവിടെ ചെന്നിട്ട് മലയാളം എനിക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതും എനിക്കറിയില്ല. ഓക്കെ, അപ്പം എന്നെ ചവിട്ടി അരച്ച് നിൽക്കുന്ന ഒരു പ്രതിസന്ധികളിൽ നിന്നുമാണ് ഞാൻ ഇത്രയും ഉയരങ്ങളിൽ ഇപ്പം ഉയരങ്ങളിലെത്തി, ഉയരത്തിന്റെ ഉത്തംഗ സംഘത്തിലെത്തി എന്നൊക്കെ എനിക്ക് തല ഉയർത്തി പിടിച്ച് നിന്ന് പറയാൻ പറ്റും. ഓർമ്മയുണ്ടോ? എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ ഫോളോവേഴ്സ് വേണം. എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? എനിക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 3000 ഫോളോവേഴ്സ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കേക്ക് കട്ടിയാൻ വേണ്ടി ഞാൻ എല്ലാം ഓർഡർ ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് അതുൽ എന്നാണ് പേര്, അതുലും കൃഷ്ണപ്രിയ എനിക്ക് കേക്ക് സ്പോൺസർ ചെയ്തു. ഇത് പറഞ്ഞു ഞാൻ ലൈവ് ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 6 മഹാഭാവികളോ എന്താ ഇൻസ്റ്റാഗ്രാം ഫോളോ ഇല്ല ആൾക്കാരൊക്കെ. പിന്നെ ഞാൻ നോക്കിയത് പിന്നെ എൻ്റെ പിന്നെ ഒരു 3 എഴുതിയേക്കുന്ന ഒരു ബലൂണും പിന്നെ ഒരു കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ആ കെ മാത്രം ഇപ്പൊ ഉണ്ട്. ഇനിയിപ്പോ എത്ര കെ ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നോ ഐഡിയ. എന്റെ സ്വഭാവം വെച്ചിട്ട് ആദ്യം ചിലപ്പോ ഒരു 10K അല്ലെങ്കിൽ ഒരു 10 to 15K അത്രയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ എന്റെ അക്കൗണ്ട് ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ആകെ ഒരു അക്കൗണ്ട് ഉണ്ട്. പിന്നെ ഞാൻ പേടിച്ച് തന്നെ ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന സെയിം അക്കൗണ്ട് അല്ലേ, പ്രൈവറ്റ് അങ്ങോട്ട് ആക്കിയിട്ട് പോയി. കാരണം വേറൊന്നും കൊണ്ടല്ല. പിന്നെ എങ്ങനെയാ 15K ആവുന്നേ എനിക്കറിയില്ല. ഇനിയിപ്പം പുറത്തിറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ 3000 ഫോളോവേഴ്സ് എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ 3000 ഫോളോവേഴ്സിന് വേണ്ടിയിട്ടാണ്. ഒരു 3000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 3000 ആൾക്കാർ നമ്മളെ ഒരു അകമഴിഞ്ഞ് സ്നേഹിച്ച് ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് അതാണ് വലുത്. തീർച്ചയായിട്ടും അതെ. കുറേ നവരസങ്ങളുണ്ട് കയ്യിൽ. അത് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് പറയാൻ പറ്റില്ല. ഇനി എനിക്ക് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യണം. എനിക്ക് പറ്റിയ ക്യാരക്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ് ഡയറക്ടേഴ്സ് എന്നെ അവിടെ നിർത്തരുത്. ഞാൻ
ഡയറക്റ്റ് എന്നെ കാസ്റ്റ് ചെയ്തോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഡേറ്റ് ഒക്കെ എനിക്ക് അറിയില്ല, എനിക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ എല്ലാവരും ഇനി അടുത്ത ലക്ഷ്യം എൻ്റെ മൂവിയാണ്, എനിക്ക് ഇനി ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് കാണണം. അതെ, സ്മോൾ സ്ക്രീൻ ആയിരുന്നല്ലോ. സ്മോൾ സ്ക്രീൻ, ഇനി ബിഗ് സ്ക്രീൻ. അതെ. നവരസങ്ങളുണ്ടോ കയ്യിൽ? നവരസങ്ങൾ എനിക്ക് അറിയില്ല. ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ നവരസങ്ങൾ കാണിക്കുന്നത് പറഞ്ഞ് എടുത്ത് കാണിക്കുന്നേക്കാളും നല്ലത് ഞാൻ കുറച്ച് കണ്ടസ്റ്റൻസിന്റെ പേര് പറയാം. ആ പേര് പറയുമ്പോ എന്ത് ഭാവമാണ് കാണിക്കാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഞാൻ ന്യൂട്രലിൽ നിൽക്കട്ടെ. ഓക്കെ, ശാന്തഭാവം. ഓക്കെ, ഒന്ന് ബ്രീത്ത് ഒക്കെ എടുത്ത്. ഓക്കെ, ബ്രീത്ത് ഇൻ, നെഗറ്റിവിറ്റി ഉള്ളിലേക്ക്, നെഗറ്റിവിറ്റി പുറത്തേക്ക്. അല്ല, നെഗറ്റിവിറ്റി ഉള്ളിലേക്ക്, പോസിറ്റിവിറ്റി പുറത്തേക്ക്. പോസിറ്റിവിറ്റി മുഴുവൻ പുറത്തുള്ളത് ഞാൻ പറയാം. ഓക്കെ, നമ്പർ 1 ഷാനവാസ്. ജിഷിൻ. റെന. അനുമോൾ. അനീഷ്. ലക്ഷ്മി. അക്ബർ. ആദില നൂറ. ആര്യൻ. ജിസേൽ. സരിക. എന്റെ കൊച്ചു മുതലാളി. ഷാരിക. ലേഡി ബി ബോസ്. മതി. ഓക്കെ, അപ്പൊ ഇനി നെവിൻ. ഞാൻ എന്നെ തന്നെയാ. അതൊന്നും എനിക്ക് പറ്റത്തില്ല. ഈ ഫുഡ് മോഷ്ടിക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നോ അതോ? ഒരിക്കലും അല്ല. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാനൊരു മോഷ്ടാവാന്ന്. അങ്ങനെയല്ല, ഞാൻ അന്നും ഇന്നും എന്നും എനിക്ക് ഫുഡിനോടൊരു വലിയൊരു ഇഷ്ടമുണ്ട്. കാരണം ഞാൻ പറയുന്നില്ല, കാരണം ബ്രാൻഡ് നിങ്ങൾ അങ്ങനെ എൻ്റെ വായിന്ന് കേട്ട് നിങ്ങളെ പ്രമോഷൻ ഞാൻ തരില്ല. ഒരു ബ്രാൻഡിലേക്ക് ഞാൻ ഓഫറിൽ ഒരു പീസ് വാങ്ങിച്ചു, ചിക്കൻ പീസ് വാങ്ങിച്ചു. എനിക്കറിയാം ബ്രാൻഡ് ഏതാ, പറഞ്ഞു. അപ്പം ആ ബ്രാൻഡിൽ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കാടക്കുട്ടീനെ കൊണ്ടാണോ ചിക്കൻ ഉണ്ടാക്കിയേക്കുന്നത്? കാരണം എനിക്ക് ചിക്കൻ്റെ സൈസ് മാറ്റേഴ്സ്. കാരണം എനിക്കത് ഫുള്ളും വേണ്ട, പക്ഷേ എനിക്കതെൻ്റെ ഫുഡിൻ്റെ അകത്ത് ഇങ്ങനെ നിറഞ്ഞിരുന്ന് കാണണം. അപ്പം എനിക്കെൻ്റെ മനസ്സ് നിറയും. അപ്പം ഞാൻ ഭയങ്കര ഫുഡിയാണ്, എനിക്ക് ഫുഡ് വേണം. ഞാൻ ജീവിക്കുന്നത് തന്നെ ഫുഡിന് വേണ്ടിയിട്ടാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഫുഡിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം എനിക്ക് ആര് ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കൂടി പോകും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആരെങ്കിലും ഫുഡ് വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഫുഡാണ്. പക്ഷെ കുറച്ച് കൂടുതൽ നമുക്ക് തുടക്കത്തിലൊക്കെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ വെറുതെ ചെയ്യുന്നു, ഒരുപാട് കണ്ടന്റ് വാരി വിതരണം. ആരെങ്കിലും പറഞ്ഞോ യു ഹാവ് ടു കീപ്? ഒരിക്കലും ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് മൊബൈലില്ല, തോണ്ടി മറിക്കാനായിട്ട് റീൽസും ഇല്ല, പിന്നെ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ സ്ട്രെസ്സ് മാറ്റുന്നത് ഫുഡ് കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം. കാരണം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ പൊതുവെ സ്ട്രെസ് മാറുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡാണ്. അവിടെ ഇടി നടക്കുന്നു, ഇവിടെ ബഹളം നടക്കുന്നു, അവിടെ നിന്ന് ഫുഡ്. അപ്പം എനിക്കതൊരു ഒരു സ്ട്രെസ് റിലീഫും കൂടിയിട്ടായിരുന്നു. പക്ഷെ ഇത്രയൊന്നും ഞാൻ പൊതുവെ എങ്ങനെയാണ് ആൾക്കാർക്ക് നെവിനെ 100 ദിവസം നിർത്താൻ മാത്രം ഇഷ്ടപ്പെട്ടത്? വൈ ഡു യു തിങ്ക്? എന്തായിരിക്കും അതിന്റെ റീസൺ? അതന്നെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജനങ്ങളോട് ചോദ്യം ചോദിക്കുകയാണോ? വൈ ജനങ്ങൾ നിർത്താനായിട്ടുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പോയിന്റ് ഇല്ലാതെ അവരെ നിർത്തത്തില്ലല്ലോ. ജസ്റ്റ് ഗെയിമർ മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസ് സീസണിന്റെ ഒരു മുതൽക്കൂട്ടല്ല, ബിഗ് ബോസ് സീസണിന്റെ മെയിൻ ഒഴിച്ചുകൂടാനാവാത്തൊരു അത്യന്തമായിട്ടുള്ളൊരു കണ്ണി തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും നേരം ശരിക്കുവാനല്ലേ ചോദിച്ചത്? അതിൽ കുറച്ച് ഞാൻ നെവിനെയും കൂടെ സന്തോഷിപ്പിക്കാനൊന്ന് തള്ളിയും കൂടെ തന്നിരുന്നു. ഇപ്പൊ സീരിയസ് ആയിട്ട് ചോദിക്കാം, നെവിൻ ശരിക്കുള്ള നെവിനായിരുന്നു? ശരിക്കുള്ള നെവിൻ തന്നെയാണ് ഇപ്പോഴും. അതെ, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു നാണമില്ല, ഒരു മാനമില്ല. ഞാൻ ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അടുത്ത സീസണിൽ അഞ്ജന നമ്പ്യാർ വരുമോ? ഒരിക്കലും പോവില്ല. വേണ്ട, എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട്.
ഈ നേരത്തെ പറഞ്ഞ ബിഗ് ബോസ് മെറ്റീരിയൽ ഇല്ലേ, അതല്ല ഞാനല്ല. എനിക്ക് ഒരു ദിവസം പോലും എന്റെ ഫോണില്ലാതെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഒരു ദിവസം പോലും എന്റെ അമ്മയോട് സംസാരിക്കാതെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു അഞ്ജന നമ്പ്യാർ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. കാരണം ഇമാതിരി തൊലിക്കട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടും വേണം ഒരു തൊലിക്കട്ടി. വേണമല്ലോ. ഞാൻ ചോദിച്ചാലേ ഏതിലായിരുന്നല്ലോ തൊലിക്കട്ടി കൂടുതൽ? തൊലിക്കെട്ടി കൂടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. വേറെ ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈൻ കട്ട്. അത് തന്നെ എന്തും വിളിച്ചു പറയാം. നമുക്ക് മനസ്സിൽ തോന്നുന്നത് ഒന്നും ഫിൽട്ടർ ഇല്ലാണ്ട് പറഞ്ഞേക്കാം. എസ്പെഷ്യലി റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു നമ്മൾ റിയൽ ആയിട്ടുള്ള നമ്മളെയാണ് ഇഷ്ടപ്പെടേണ്ടത്, അല്ലാതെ ക്യാരക്ടേഴ്സിനല്ല. അപ്പോൾ നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല വന്നേക്കുന്നത്. പലരും വീട്ടിലാരാണ് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നത്? എന്നെ ഏറിലാക്കുന്ന തോന്നുന്നു. എന്തും തുറന്നു പറയണമെന്ന് ഇപ്പൊ പറഞ്ഞു നിർത്തിയില്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഏറിലാവൂ എന്നൊക്കെ വിചാരിക്കും. അല്ലല്ല, ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നത് അനിമോൾ. വൈ? അനിമോളുടെ ചില സമയങ്ങളിലൊക്കെ ആദില നൂറുടെ അടുത്ത് സംസാരിക്കുമ്പം പെട്ടെന്ന് അവർ തമ്മിൽ അടിപിടി ഉണ്ടാക്കുന്നു, പുറത്തിറങ്ങിയിട്ട് പിന്നെ സ്നേഹം പങ്കിടുന്നു, പിന്നെ അടിപിടി ഉണ്ടാക്കുന്നു, സ്നേഹം പങ്കിടുന്നു. എനിക്കിത് കണ്ട് അവസാനം എന്തായിരുന്നു നെവിൻ അനുമോളായിട്ടുള്ള ഇഷ്യൂ? വെള്ളം വലിച്ചെറിയലും എനിക്കറിയില്ല, കുറച്ച് ഓവറായില്ലേ? വെള്ളം എറിയലും അവളുടെ അവിടെ കൊണ്ട് മറ്റേ ബെഡിൽ കൊണ്ട്. ഞാൻ പറയട്ടെ, ഒരു ശരാശരി മനുഷ്യന് ഒരു പലകയുണ്ട്. ആ പലക ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിൻ്റെ ലിമിറ്റ് വിട്ടുപോകും. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ 3 ക്യാപ്റ്റൻസി വന്നത് തന്നെയാണ് ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം ഞാൻ വിചാരിച്ചു ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് ലെവല് കുറച്ചൊരു കുറവായിരിക്കും. ഇനി അങ്ങനെ അടുത്ത പ്രാവശ്യം നോമിനേറ്റ് ഇത് 3 പേരെ ഒരുമിച്ച് ആക്കി കഴിഞ്ഞപ്പം വിചാരിച്ചു ഈ സാമ്രാജ്യം ഫുള്ള് കിട്ടിയ ഒരു അഹങ്കാരം എനിക്ക് വന്നിട്ടുണ്ടാണ്. പ്ലസ് ഞാൻ തന്നെ കിച്ചൺ ക്യാപ്റ്റനായിട്ട് സ്ഥാനം ഏറ്റെടുത്തു. അപ്പം ഞാൻ ഹൗസ് ക്യാപ്റ്റനാണ്, കിച്ചൺ ക്യാപ്റ്റനാണ്. ഏതെങ്കിലും ക്യാപ്റ്റൻസ് എന്നിട്ട് ഹോം മിനിസ്റ്ററായി. അതെ, അത് ചെന്നിട്ട് സ്ത്രീയെ നിങ്ങൾ ഒന്ന് ആ പാത്രം കഴുകി വെക്കുമോ, ഞാൻ ഇവിടുത്തെ കിച്ചൺ ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ ഹൗസ് ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ? എനിക്കറിയില്ല, ഞാൻ പറഞ്ഞേ മര്യാദ കഴിയൊക്കെ അങ്ങനെ ഞാൻ പറയുന്നത്. അപ്പം ആ ഒരു അഹങ്കാരം തലക്ക് പിടിച്ച നിമിഷത്തിൽ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ആ വെള്ളത്തിൽ. എനിക്കിപ്പോൾ പശ്ചാത്താപം തോന്നുന്നു. കാരണം എന്നെ വെല്ലുവിളിച്ചു, വാടാ നീ ഇവിടെ ബിഗ് ബോസിൻ്റെ ഇത്രയും ലക്ഷങ്ങൾ വിലയുള്ള പ്രോപ്പർട്ടി നശിപ്പിക്കടാ, അല്ലെങ്കിൽ ഈ മൈക്കിന് തന്നെ ഒരു 1.5 lakhs അത്രോളം എമൗണ്ട് ഉണ്ടല്ലോ, അത് പണിയെടുത്ത് ബിഗ് ബോസിന് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഒരു ബെഡ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് ബെഡിലേക്ക് എടുത്തിട്ടു, അത്രയേ ഉള്ളൂ. ആ വീട്ടിൽ ഏറ്റവും ഫേക്ക് ആരാ? ഫേക്ക് അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമല്ല, അത് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ. ഫേക്ക് ഫേക്ക് എന്ന് പറയുന്നത് ആദില, നൂറല്ല, ആദില. Whom do you think ആരായിരിക്കും the winner of the show? സംഗതികളുടെ കിടപ്പ് വെച്ച് നോക്കിയിട്ട് എനിക്ക് അനീഷ് ഏട്ടനാവാനാണ് സാധ്യത. winner of the show. Why? കാരണം ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല, പിന്നെ ഒരാളുടെ ക്യാരക്ടറിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല, നല്ല ഗെയിമാണ് കളിച്ചത്, ഒരു ഡീസൻറ്റ് ഗെയിം, ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ ഗെയിമിന്. നെവിൻ അത്യാവശ്യം ഗ്രഡ്ജ് ഉള്ളിൽ വെച്ച് പെരുമാറും. അതെ അതെ തീർച്ചയായിട്ടും. അതെ, അങ്ങനെ എന്തൊക്കെയാ ഹൗസിൽ ചെയ്തിട്ടുള്ളത്? ഹൗസിൽ എസ്പെഷ്യലി അനിമോളുടെ ഉപദേശം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം പക്ഷേ നെവിനാണ് അനുമോൾക്ക് മറ്റേ മട്ടൻ ബിരിയാണി കൊണ്ടു കൊടുത്തത്. ഇന്നാളൊരു ദിവസം അനുമോള് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും നെവിൻ പോയി അനുമോളെ വിളിച്ചു. അതൊക്കെ ഞാൻ മനുഷ്യനല്ലേ, മൃഗമൊന്നുമല്ലല്ലോ. അപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ ഞാനും ഇങ്ങോട്ട് എൻ്റെ മനസ്സ് അലിഞ്ഞങ്ങോട്ട് പോകും. ഈ ഒറ്റപ്പെട്ട് നടക്കുമ്പം നമ്മളും പെടലിൻ്റെ വേദന അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. അപ്പം എനിക്ക് പണ്ടത്തെ പള്ളിയിലച്ഛൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരും. അപ്പം ഞാൻ കുഞ്ഞാടെ കുഴപ്പമൊന്നുമില്ല, ഞാനില്ലേ നിന്റെ കൂടെ വാരി കൊടുക്കും. പിന്നെ പണ്ടത്തെ ചങ്കരൻ തെങ്ങി തന്നെ എന്നുള്ള രീതിയിൽ പിന്നെ കാണിക്കുമ്പോൾ ആ ചൊറിച്ചിൽ അങ്ങോട്ടേക്ക് പിന്നെ പുറത്തേക്ക് വരും. ഞാൻ പ്രതികരിക്കും, കാരണം ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴും, അതായത് ഞാൻ വെറുതെ കയറിയിട്ട് ആരും മാന്താറില്ല. എന്നെ ചൊറിഞ്ഞാൽ മാത്രം ഞാൻ മാന്തി കയറി തേച്ചൊട്ടിക്കാറുള്ളൂ. ബിഗ് ബോക്സിനോട് ഏറ്റവും കൂടുതൽ പോയി സംസാരിച്ചിട്ടുള്ള ആൾ നെവിനായിരിക്കും. ആദ്യത്തെ ദിവസം മുതൽ ബിഗ് ബോസ് എൻ്റെ ഡ്രസ്സ് താ, ബിഗ് ബോസ് എനിക്ക് ഭക്ഷണം താ, ബിഗ് ബോസ് എനിക്ക് അതാ ഇതാ മറ്റേതാ, എന്നെ പുറത്താക്കല്ലേന്ന് വരെ പോയി പറഞ്ഞു. അതെ, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ട്രാറ്റജി ആണോ അതോ? അല്ലല്ല, ഒരിക്കലും ഞാൻ ഒരു സ്ട്രാറ്റജിയും കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് നല്ല ചങ്കൂരത്തോടെ ബിഗ് ബോസിനെ വരെ ഞാൻ വെല്ലുവിളിച്ചത്. മനസ്സിലായോ? ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞില്ലേ, വൈകാരികമായ നിമിഷം ഞാൻ അവളെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞില്ലേ. അതുകൊണ്ടായിരിക്കും പുറത്തിറങ്ങി ബിഗ് ബോസിന്റെ കാലം പിടിച്ച് എന്റെ ബിഗ് ബോസ് കൊണ്ടുപോകും. അതെ, അപ്പോ ആ സ്ട്രാറ്റജി എന്നുള്ള കാര്യം
എനിക്കില്ല മീൻസ് അത് കാണുമ്പോഴത്തേക്കും അങ്ങനെ പലതും തോന്നിയിട്ടുണ്ടാവും നെവിൻ്റെ സ്ട്രാറ്റജി ആയിരിക്കാം. അത് കാണുന്നവരുടെ കണ്ണിലാണ് കാര്യം. ഞാൻ അല്ല, അതിനിപ്പോൾ ആരെങ്കിലും സ്ട്രാറ്റജി ആയിട്ട് വന്നാൽ തന്നെ ആരെങ്കിലും ഒരാൾ വന്ന് പറയൂ ഞാൻ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ സ്ട്രാറ്റജി ഇല്ലാത്തതാണ് എൻ്റെ സ്ട്രാറ്റജി. അടിപൊളി. നിവിൻ്റെ പേരിൽ ഒരു ബില്ല് എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ബീറ്റ് ബാഗ് നശിപ്പിച്ചു, അവിടുത്തെ കത്തി നശിപ്പിച്ചു, ഒരു ബെഡ്, പില്ലോ, ബെഡ്ഷീറ്റ്, പിന്നെന്തൊക്കെ ഉണ്ടല്ലോ, കപ്പ് ഇടിയിൽ പൊട്ടി. അതിപ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അത്? ബിഗ് ബോസിന് പ്രോപ്പർട്ടീസ് ഒന്നും നശിപ്പിക്കരുത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞു വിട്ടിരുന്നല്ലേ. അപ്പം ഒരു കാര്യം ചെയ്യാം, അടുത്ത ഷോയിൽ ഞാൻ ഫ്രീ ആയിട്ട് വരാം. ഇത് 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 മുതലാക്കിക്കോളൂ. ഈ തൃശ്ശൂരിന്റെ ശില്പി ആരാ? ശതൻ തമ്പുരാൻ. ഇതാര് പറഞ്ഞു? ലാലേട്ടൻ. സോണിയാഗാന്ധി. ശരിക്കും കോമഡി പറഞ്ഞാണോ അതോ? ഇല്ല, ബേസിക്കലി ഞാൻ പറയാം, എനിക്ക് ജനറൽ ആയിട്ടുള്ള ഒരു തേങ്ങ എനിക്ക് അറിയില്ല. പക്ഷെ മണ്ടത്തരം പറയാൻ പാടില്ല. അല്ല ഞാൻ പറയട്ടെ, അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ആ ഫുള്ള് ലാലേട്ടൻ ചോദിച്ച ചോദ്യത്തിന് ലാലേട്ടൻ എഴുതിപ്പിച്ചൊന്നും അറിയില്ല. പിന്നെ എനിക്ക് അപ്പം എൻ്റെ മനസ്സിൽ ഇപ്പം നമ്മളുടെ ഉപബോധ മനസ്സിൽ ചില ആൻസർ ചക്ക ഇടുമ്പോൾ മുയലും ആമയൊക്കെ ചാവാറുണ്ടല്ലോ, അതേപോലെ ഞാൻ ചക്ക ഇട്ട് നോക്കിയതാ, ചത്തില്ല, എന്നെ ഇരുത്തി, എന്നെ ഊരി എറിഞ്ഞു ലാലേട്ടൻ. അത്ര സംഭവം. കേരളം മുഴുവൻ ഭയങ്കര മോശമായിപ്പോയി. അപ്പൊ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? തിരുവനന്തപുരം. സാംസ്കാരിക തലസ്ഥാനം കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? ഞാൻ പറയാം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂർ. അപ്പൊ ട്രിവാൻഡ്രം എന്താ? തിരുവനന്തപുരം മറ്റേ സംസ്ഥാനം. ഏത് സംസ്ഥാനം? മറ്റേ ആ ബിൽഡിംഗ് അല്ലേ, നിയമസഭാ മന്ദിരം, അവിടെ മന്ത്രിമാരെല്ലാവരും താമസിക്കുന്ന സ്ഥലം. അപ്പൊ കൾച്ചറൽ സിറ്റി ഓഫ് കേരള ഏതാ? തൃശ്ശൂർ. കൾച്ചറൽ ക്യാപിറ്റൽ തൃശ്ശൂർ. കൾച്ചറൽ സിറ്റി കൊച്ചി. നോ. കൾച്ചറൽ സിറ്റി പാലക്കാട്. വൈ? എനിക്കറിയില്ല. അക്ഷരനഗരി. അക്ഷരനഗരി പാലക്കാട്. വൈ? കണ്ണാടെടുക്ക്, ഗ്ലെയർ അടിക്കും, കണ്ണാടെടുക്കും. പറയൂ. എനിക്കിനി ഇത് കേൾക്കാൻ വയ്യ. ഞാൻ ഓക്കെ. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും നല്ല മൊമെന്റ് ഏതായിരുന്നു? ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും നെവിൻ, കാപ്രീഷ്യസ്, അംബ്രൂസിന്റെ ഒരു മൊമെന്റ് എന്ന് പറയാൻ വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ ഏതാണ് മൊമെന്റ്? ബിഗ് ബോസ് ഹൗസിൽ ഒന്ന് എന്നെ സ്വച്ഛാധിപതിയാക്കിയ മൊമെന്റ്. അതങ്ങ് ഭയങ്കര അങ്ങോട്ടേക്ക് ഒന്ന് ഇരിക്കും. അത് അങ്ങനെ ഇരുന്ന പോലെ പറഞ്ഞു. ഇനി പറ. അതിൻ്റെ അകത്ത് ഞാൻ അങ്ങോട്ടേക്ക് അഴിഞ്ഞാടി അങ്ങ് നമ്മള് വിളയാടി. കാരണം എന്റെ ഫ്രസ്ട്രേഷൻ എല്ലാം അങ്ങോട്ടേക്ക്. എന്നെ ഫുഡും കിട്ടിയേക്കല്ലേ, ഞാൻ ഫുഡൊക്കെ കെട്ടിപ്പിടിച്ചാൽ കിടന്നിട്ട് ഉറങ്ങിയത് ഒരാൾക്കും കൊടുക്കാൻ. അപ്പൊ അത് ഭയങ്കര ഒരു വലിയൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ ഇനിയിപ്പം അതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിളിക്കണേ. ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ ഞാൻ ഫ്രീ ആയിട്ട് വന്ന് അഭിനയിക്കാൻ പറ്റില്ല, കുറച്ച് പേയ്മെന്റ് ഒക്കെ തരണം. ബാക്കി പറ. പിന്നെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയ ആ ഒരു മൊമെന്റ് അടിപൊളി മൊമെന്റ് ആയിരുന്നു. അത് വേറെ രസമുണ്ട്. മണി ടാസ്ക് കിട്ടാതായിരുന്നു. എന്ത് തോന്നി? മണി ടാസ്ക് എനിക്ക് ഒരു ശരാശരി മനുഷ്യന് ജീവിക്കാൻ ആവശ്യം എന്താ? കാശ്. ഓഫ് കോഴ്സ് കാശ് ഉണ്ടെങ്കിൽ ഫുഡ് വാങ്ങിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും പൈസ നമുക്ക് സന്തോഷം തരാൻ പറ്റില്ല, പൈസ. പക്ഷേ എന്നിട്ട് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയത് നിവിനാണ്. അതെ, അതിപ്പോ അതിനുള്ള ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ട് എനിക്ക്. നമുക്കത് വേണ്ടെന്നേ. എന്തിന്? നമ്മളെടുത്ത കാശ് മാത്രം മതി നമുക്ക്. ആൾക്കാർ ദാനം തരുന്ന കാശ് ഒരിക്കലും ഇല്ല. ഞാൻ എനിക്ക് പണിയെടുക്കാത്ത പൈസ കിട്ടിയാലും ഞാൻ ആ പൈസ എടുക്കും. പൈസ ഈസ് പൈസ. അപ്പോൾ പൈസ വളരെ സന്തോഷം തരുന്ന ഒരു സാധനം. ഇവർ പ്രോമിസ് ചെയ്ത പൈസ തന്നില്ലെങ്കിലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ലൈവ് ഇടും, എന്നിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് അടക്കും. ഇത്രയും ദിവസം കിട്ടിയ തുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ ഇന്റർവ്യൂ കൊടുക്കും. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് പറയും. പിന്നെ അക്ബർ തരാന്ന് പറഞ്ഞ 40,000 രൂപ തന്നില്ലെങ്കിൽ ഞാൻ കോൺസേർട്ടിൽ ചെന്നിട്ട് ഞാൻ മൈക്ക് എടുത്തിട്ട് ഞാൻ വിളിച്ച് പറയും. ഞാൻ വിളിച്ചു പറയും, തന്നില്ലാന്ന് പറയും. ഞാൻ നാണം കെടുത്തും. തരാൻ സൗകര്യം ഇല്ലെങ്കിൽ അതേപോലെ നാണക്കേട് അനുഭവിക്കാനായിട്ട് അവര് മനസ്സിനെ പാകപ്പെടുത്തണം. ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ടായിരുന്നു ഹൗസിനകത്ത്. എനിക്ക് തോന്നുന്നു നെവിനാണ് ആദ്യം പോയിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് സീക്രട്ട് ടാസ്ക് തരാൻ വേണ്ടി വിളിച്ചതല്ലേ എന്ന് പറഞ്ഞത്. സത്യം എനിക്കറിയില്ല. അതും ഭക്ഷണം കഴിക്കുന്ന ടാസ്കിന് നെവിനെ വിളിച്ചില്ല. അതൊരു വൻ കൊടും. എന്തുകൊണ്ടായിരിക്കും വിളിക്കാതിരുന്നുണ്ടാവുക? മേ ബി എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ കാണിക്കുന്നോണ്ടായിരിക്കും. ഒന്ന് കാണിക്കുമോ അത്?
സാബുമാനെ പറ്റി എന്താ അഭിപ്രായം? സാബുമാനെ ഭയങ്കരമായി ട്രിഗർ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, സാബുമാൻ ഒരു നല്ലൊരു, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ സാബുമാനെ ഉപമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു ടെഡി ബെയർ. കാരണം നമ്മുടെ സംഘടനകളൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം കേട്ട് ഇരിക്കുന്ന ഒരു ടെഡി ബെയർ. പിന്നെ ഭയങ്കര നല്ലൊരു അടിപൊളി പേഴ്സണാലിറ്റിയാണ്. ചില സമയത്ത് ഈ അത്രയും നല്ല പേഴ്സണാലിറ്റി കാണുമ്പോൾ നമുക്കൊരു അസൂയ കുശുമ്പൊക്കെ വരത്തില്ലേ. ഇവിടെ നമ്മളൊക്കെ ഇവിടെ കിടന്നിട്ട് തെറിയും ചീത്ത മുഴുവനും കേട്ടോണ്ടിരിക്കുന്ന ഇവൻ മാത്രം അങ്ങോട്ടും കേട്ടോ. അപ്പം ഞാനിങ്ങനെ എത്രത്തോളം പോകും, എത്രത്തോളം പരീക്ഷ ക്ഷമയുടെ നെല്ലിപ്പലകെ ഇളകി മറിക്കാൻ പറ്റും എന്നുള്ള രീതി ഞാനല്ലാതെ എനിക്ക് ദേഷ്യം വെച്ചിട്ട് സാബുമാനെ ചെയ്തല്ല, ഞാൻ സ്ക്രൂ കയറ്റും. അതുകൊണ്ട് എന്താ സാബുമാൻ ഇപ്പൊ നാട്ടുകാർ മുഴുവൻ കുളുന്നാരെന്നല്ല അറിയപ്പെടുന്നത്. നാട്ടുകാരും നല്ല അഭിപ്രായം സാബുമാനെ ഒന്നും അറിഞ്ഞില്ലല്ലോ, അകത്തുനിന്ന് ഓരോ കാര്യം പറയുന്നതല്ലേ. പക്ഷേ എന്റെ എഫേർട്ടിനൊക്കെ ഫലം ഇല്ലാണ്ടായി പോയത്. പ്ലാച്ചിയെ പേടിയായിരുന്നു? പ്ലാച്ചിയോ? സത്യം പറയണം. തീർച്ചയായിട്ടും എനിക്ക് പലരുടെയും ടോക്കൺ ഞാൻ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ല. പ്ലാച്ചിനെ കയ്യിലെടുക്കുന്നവരൊക്കെ എവിക്റ്റായി പോകുന്നൊക്കെ. അതുകൊണ്ടാണോ ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നത്? പ്ലാച്ചി എന്ന് പറയുന്നത് അനുമോളുടെ ആത്മാവിനെ വായിച്ചു വെച്ചേക്കുന്ന എന്തൊരു വസ്തുവായിട്ടാണ് കണ്ടേക്കുന്നത്. ഇതൊക്കെ ഫണ്ണായിട്ട് എടുക്കണം കേട്ടോ. ഫണ്ണായിട്ടേ ചോദിക്കുന്നുള്ളൂ. നെവിൻ എപ്പോഴും പറയാറുണ്ട് നെവിന്റെ ഏറ്റവും കൂടുതൽ ഫാൻസ് കിഡ്സ് ആണ്. അതെ, തീർച്ചയായിട്ടും. കാരണം എൻ്റെ വീട്ടിൽ വന്നപ്പം വീട്ടുകാർ വന്നപ്പോൾ പൊതുവേ ഫ്രണ്ട്സൊക്കെ ഇനിയിപ്പം അഥവാ വീട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പറയുന്നത് എന്താ, അന്വേഷിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ നിന്നെ അന്വേഷിച്ചു എന്നിട്ട് അങ്ങനെയല്ലത് പറഞ്ഞത്. അപ്പുറത്തെ വീട്ടിൽ തൊട്ടടുത്തുള്ള കുട്ടികൾ നിന്നെ അന്വേഷിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആൻറ്റിയുടെ മോള് നിന്നെ അന്വേഷിച്ചിട്ടുണ്ട്, പിന്നെ അനീഷേട്ടൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ്. അപ്പം ഓക്കെ, ആൻറ്റിമാരാണ് അനീഷേട്ടൻ്റെ ഫാൻസ്, കിഡ്സാണ് എൻ്റെ ഫാൻസ്. ഞാൻ അങ്ങോട്ട് ഗ്രാഫിൽ വിലയിരുത്തി. ഫാമിലി വീക്ക് വന്നപ്പോഴത്തേക്കും നെവിൻ ഭയങ്കര ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരുന്നു. എല്ലാ ഫാമിലിൻ്റെയും കൂടെ നെവിൻ ഭയങ്കരമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫാമിലി വീക്ക്? വളരെ നല്ലതായിരുന്നു. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മളുടെ ഡോക്ടർ ബിന്നിയുടെയും നൂബ്ലിൻ്റെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര മോശമല്ലേ അങ്ങനെ? എന്ത് മോശം ഇരിക്കുന്നു. ഡോക്ടർ ബിന്നി ഓൾറെഡി പറഞ്ഞു നീ എൻ്റെ പിറക്കാണ്ട് പോയ അനിയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വിത്തൗട്ട് ഡെലിവറി ബ്രദർ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേക്കുന്ന വ്യക്തി നമ്മുടെ അളിയനാണല്ലോ, അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ എടുത്തു. പിന്നെ ഈ അളിയനാണെന്നുണ്ടെങ്കിൽ പാവം പഞ്ചപാവം, അത് ഇങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്ത് ഇവിടെ കുത്തിയത് ഇവിടെയും കൂടിയിട്ട് ഞാൻ കാണിച്ചു. അങ്ങനെ നല്ല സാധു മനുഷ്യൻ. അപ്പം തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് ഹരം കയറി. ചേച്ചി അളിയനും വരുമ്പം അവർക്ക് ആകെ കിട്ടുന്ന കുറച്ച് സമയത്ത് ഇടയിൽ പോയി കിടക്കുന്നതാണോ അനിയൻ? അതൊക്കെ പക്ഷെ ഇല്ല, ഞാനങ്ങനെ അങ്ങനെയല്ല. പിന്നെ നമ്മളുടെ ഫാമിലീസ് ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ അങ്ങനെയാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഫാമിലീസൊക്കെ ഒരു 2 മണിക്കൂർ നിന്നിട്ട് പോകുമ്പം ഇവിടെ 3-4-5 ദിവസമല്ലേ, അവർക്ക് പറയാനായിട്ടുള്ളത് അവർ സമയം കണ്ടെത്തണം. അല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ ഒരു ഹ്യൂമൻ ക്യാമറ ഞാനുള്ളപ്പോൾ തീർച്ചയായിട്ടും ഞാൻ 360 ഡിഗ്രി തന്നെ ഞാൻ കറങ്ങിക്കൊണ്ട് നടക്കും. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം അല്ലെങ്കിൽ നൂബിളിന് അവിടെ വരേണ്ടിയിരുന്നത്. ഇനി ഞാൻ പുറത്തേക്ക് പോകാൻ വന്നത് ട്രിവാൻഡ്രത്തേക്ക് നൂബിളിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദിവസം. ഞാനിട്ട പേരാണ് നൂബിളിൻ. ഇപ്പം നൂബിളിനെ ഡോക്ടർ ബിന്നിനെ കൂടിയിട്ട് കുറച്ച് ദിവസം താമസിക്കണം. അവരുടെ ഇടയിൽ ചെറിയൊരു കോലാഹലങ്ങളൊക്കെ സൃഷ്ടിക്കണം. അപ്പം എന്തായാലും നെവിൻ 100 ദിവസം ഞങ്ങൾക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നെവിൻ്റെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് വയസ്സായ ഫാൻസും അമ്മൂമ്മമാരും എല്ലാവരും ഒരുപാട് ഫാൻസ് ഉണ്ട്. നെവിൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും കൊച്ചിയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ യു ഗോണ സീ എ ന്യൂ വേൾഡ് ഔട്ട് ദെയർ. ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് നെവിൻ വരാൻ വേണ്ടി. എയർപോർട്ടിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയി തല്ലിക്കൊന്ന് ചവിട്ടിക്കൂട്ടി. ഞാൻ എവിടെയൊക്കെ നോക്കും, ഇതെങ്ങാനും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കുറച്ച് പേരുള്ളെങ്കിലാണ് എനിക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്യണം കൊട്ടും പാട്ടും. അല്ല, ഇവിടുന്ന് ഞാൻ ആദ്യം ഇങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം. അടിപൊളിയായിരുന്നു നെവിൻ, സൂപ്പർ ആയിരുന്നു. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം വിത്ത് യു. ആ മുടി ഒന്ന് കാണിക്കും എനിക്ക് സ്വാഗ്, അതാണ് നെവിൻ്റെ ഇത്. എന്നിട്ടൊരു അല്ലേയും കൂടെ പറഞ്ഞ ഓക്കെ. വാവ്, കഴിക്കണം. മതി, ആ കഷ്ണം മതി, അതെന്നെ ധാരാളം. ഇത് മതി, ഇത് രസമുണ്ട്. ഓക്കെ. അല്ലേ നമ്മൾ എന്താടാ ഇങ്ങനെ, എന്താ അച്ഛനെ തമ്പിയാർ നിങ്ങൾ ഇങ്ങനെ? ആട് ജീവിതം, സത്യം പറഞ്ഞാൽ ഒരു ആട് ജീവിതമായിരുന്നു. ഈ മട്ടനൊക്കെ തിന്നിട്ട് പുതുജീവൻ വെച്ചതുപോലെ ആയിരുന്നു. അല്ലേ
ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? ആദ്യം പുറത്തിറങ്ങി എന്താ ചെയ്യാൻ പോണേ? പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ തിന്നണം. എനിക്ക് ബൊക്കെയൊന്നും കൊണ്ടുവരണ്ട ഗൈസ്, എനിക്ക് എന്തെങ്കിലും തിന്നാനായിട്ട് വാങ്ങിച്ചോണ്ട് വന്നാൽ മതി. അപ്പോൾ എയർപോർട്ടിൽ വരുന്നവർ നെവിന് കൊട്ടും പാട്ടും മറ്റേ ബൊക്കയും മാലയും ഒന്നും വേണ്ട. വല്ലം കുഴിമന്തിയോ മട്ടൻ ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ വായി നോക്കാനായിട്ട് സൺഗ്ലാസ്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് സൺഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റും. വാവ്. അപ്പോൾ എന്തായാലും നെവിൻ, വി ഹാഡ് എ ഗ്രേറ്റ് ടൈം വിത്ത് യു. എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. 100 ദിവസം ഇറ്റ് വാസ് റിയലി 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 ഗ്രേറ്റ് ടു സീ യു. വി റിയലി എൻജോയ്ഡ്. അപ്പം നെവിൻ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ട് ലൈൻ കട്ടിൻ്റെ വക. ഇതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതിൽ ഒരു ഫോട്ടോ ആണുള്ളത്. അതെന്ത് ഫോട്ടോ ആയിരിക്കുന്നു? ഒറ്റ ഗസ്സേ ഉള്ളൂ, വേഗം പറയാം. ഞാൻ തിന്നുന്ന ഫോട്ടോയാണോ? അതെനിക്കറിയില്ല. ഉറപ്പിച്ചൊരു സാധനം പറഞ്ഞു. അത് തന്നെ ആവാനാണ് സാധ്യത. കാരണം അവിടെ ഞാൻ ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതൽ തീറ്റയാണ്. ഓക്കെ, ഇത് കണ്ടാൽ നെവിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും ഞാൻ നോക്കട്ടെ. 1 2 3 ഗോ. അയ്യോ, ഇതായിരുന്നു ഞാന്. ഇതായിരുന്നു പോകുമ്പോഴുള്ള നെവിൻ. ഓക്കെ. അയ്യെന്നൊക്കെ അല്ല, ഞാൻ എന്നാ ഈ ഫോട്ടോ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പൂച്ചയുടെ ശബ്ദമൊക്കെ കേൾക്കാറുണ്ടോ? പിന്നെ കുറുങ്ങുന്ന പൂച്ചയും പട്ടിയും എല്ലാം കേൾക്കാറുണ്ട്. നെവിൻ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നതും എല്ലാം കാണാറുണ്ട്. പിന്നെ എൻ്റെ ഒരു കാലൊടിഞ്ഞ തത്തമ്മയുണ്ട്. അത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, കിട്ടിയാൽ തന്നിരിക്കും. കിട്ടണം. ഞാൻ അതിന്റെ ബാൻഡേഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? അപ്പോൾ താങ്ക് യു വെരി മച്ച് നെവിൻ. പൊളിക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച് അഞ്ജന നമ്പ്യാർ. ഇടക്കിടക്ക് കാണാം. സൈൻ ഔട്ട് ചെയ്യുന്ന അല്ലേ?